നമുക്കിപ്പോൾ ഈ ഒരുപാട് വാർത്തകൾ നിരന്തരം കാണുന്നു. അതായത് ഈ ടോക്സിക് റിലേഷൻസ് അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നു. ഇപ്പോൾ കൊല്ലം ഒരു അവിടുത്തെ തുണിക്കടയിലെ മുതലാളിയും അവിടുത്തെ തൊഴിലാളിയും ഒരുമിച്ച് തൂങ്ങി മരിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈയിടെയായിട്ട് ഉണ്ടാകുന്നു. പലപ്പോഴും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പഴയ ബന്ധങ്ങൾ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതിനും അത്തരം ബന്ധങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളെ പോലും ശിഥിലമാക്കുന്നതിനും ഉള്ള ഒരു ഇതായി മാറുന്നുണ്ട്. എല്ലാത്തിലുമല്ല, എന്നിരുന്നാൽ കൂടിയും ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ട് ആദ്യം ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോലെ തുടങ്ങി പിന്നീട് അത് ടോക്സിക്കായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുക. അത് പിന്നെ കൊലപാതകത്തിലേക്കും സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണാം? ശരിക്കും പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെ ഒരു പഴയ കാലം നമ്മുടെ സങ്കല്പം വളരെ പവിത്രതയോടെ നോക്കിക്കാണുന്ന, ഉദാഹരണത്തിന് കൂട്ടുകുടുംബങ്ങളുണ്ടെങ്കിൽ ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അണുകുടുംബങ്ങളാണ്. അപ്പൊ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നു, അപ്പം അവന്റെ ജോലി ഉണ്ടായാലും അല്ലെങ്കിൽ അവൾക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മറ്റൊരു പുതിയ ഒരു മേഖലയിലേക്ക് മാറുന്നു, ഒരു പുതിയ ഏരിയയിലേക്ക് മാറുമ്പോഴേക്കും പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഒരാൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് പരസ്പരം ഈ ജോലി തിരക്കുകൾക്കിടയിൽ ഇവർക്ക് പരസ്പരം ഒരു ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിനൊരു സ്ത്രീയെ സംബന്ധിച്ച് അവളെ വിവാഹം ചെയ്തു കൊണ്ടുപോകുമ്പോൾ അതുവരെ അവളവിടെ അടിച്ചു പൊളിച്ചോണ്ട് വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞ് സഹോദരങ്ങളോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് വിവാഹം കഴിച്ച് ഒരു പുരുഷന്റെ തണലിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് പിന്നീട് അവൾക്ക് അവളുടേതായ ഈ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തകൾ പോകും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവൾ അനുഭവിക്കുന്ന പുതിയൊരു വീട്ടിൽ അനുഭവിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ടാകും. അത് പല വ്യക്തിത്വങ്ങളായിരിക്കും. ചിലപ്പം പാചകം ചെയ്യേണ്ടി വരും, മറ്റുള്ള അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. അതിനിടയിൽ ഇവൾക്ക് വരുന്ന കൊച്ചു ഫ്രസ്ട്രേഷൻസ് എന്നുവെച്ചാൽ അച്ഛൻ്റെ തണൽ കിട്ടുന്നില്ല, ഒരു സ്നേഹം കിട്ടുന്നില്ല, അമ്മയുടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആങ്ങളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളെ സുഹൃത്തുക്കളെയൊക്കെ സംസാരിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കാര്യം കുറച്ച് സ്വാഭാവികമാണ്. കുടുംബമാകുമ്പോഴേക്കും അതൊക്കെ കുറച്ച് ബാറിങ് വരും. അപ്പോഴത്തേന് ഇവളുടെ മനസ്സിലുദിക്കുന്ന ചിന്തകൾ അല്ലെന്നുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുന്ന ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിദ്യാലയത്തിൽ അനുഭവിക്കുന്ന, അതല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുപാടും നിൽക്കുന്ന, അല്ലെങ്കിൽ ആ വീട്ടിനുള്ളിൽ ഇപ്പം ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മാവിയമ്മയോ അച്ഛനോ അതല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങൾ കുറ്റവും കുറവും പറയുന്നതൊക്കെ ഇവൾക്ക് അതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഇവൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാനായിരിക്കും താല്പര്യം. പിന്നെ അത് കേൾക്കാൻ ഈ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ സ്വന്തം നാട്ടിലും സ്വന്തം വീട്ടിലും ഒരു ദിവസവും പോലും കാണാത്ത ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, ഉദാഹരണത്തിന് പ്രവാസികൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ളവരാകുമ്പോഴത്തേന് അവർ തമ്മിലൊരു ആശയവിനിമയത്തിന്റെ ഒരു കുറവുണ്ടാകുന്നു. രണ്ടാമത് വെച്ചാൽ അവർ തമ്മിലൊരു ഇഴയെടുപ്പം, മാനസികമായിട്ട് വളരെ സ്നേഹസമ്പന്നരായിരിക്കും, എല്ലാ കുറവുകളും പരിഹരിച്ചായിരിക്കും അവർ പോകുന്നത്. പക്ഷേ ആ ഇഴയെടുപ്പത്തിനായി വരുമ്പോൾ ഇവർക്കൊന്ന് സംസാരിക്കുവാനോ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത് പുറമേ നിന്ന് കാണുന്ന പലരും, അതായത് ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് കടന്നു വരുന്നവർക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ. അവരതിന് വേണ്ടിയിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ഇതുവരെ ഞാൻ സുന്ദരിയല്ല എന്ന് തോന്നി തുടങ്ങിയ എനിക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ എന്നോട് എൻ്റെ വസ്ത്രത്തെക്കുറിച്ചോ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് ഭംഗിയുണ്ട്, നല്ലതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചൊരു പോസിറ്റീവായിട്ട് ഒരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം കഴിച്ചോ, സ്ഥിരം ചോദിക്കുന്നതാണ്, നിങ്ങൾ ഇന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ചേട്ടാ എന്നോട് എൻ്റെ കെട്ടിയവൻ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം. അപ്പൊ എനിക്കൊരു ടെൻഡൻസി വരും അദ്ദേഹത്തോട് വീണ്ടും മിണ്ടാനായിട്ട്. ഇങ്ങനെയുള്ളത് ഞാനൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള അനവധി കാരണങ്ങൾ, കുഞ്ഞു കാരണങ്ങൾ കണ്ടെത്തി ഈ വ്യക്തിയിലേക്ക് ഒരു പാലമിട്ട്, അത് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പാലമിട്ട് അവരിലേക്ക് അടുത്തെത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ എല്ലാം അങ്ങോട്ട് വീഴും. പുരുഷനെ സംബന്ധിച്ചവരെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ പുരുഷനെ സംബന്ധിച്ചെന്ന് പറയുന്നത് അവർക്കൊരു ശാരീരിക ആവശ്യമാണ് സ്ത്രീയിൽ നിന്നും കണക്കാക്കുന്നതെങ്കിൽ സ്ത്രീക്ക് അതൊരു സെക്കൻഡറിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു വ്യക്തിയുമായിട്ട് അടുത്ത മാനസികമായിട്ട് ഇഴയടപ്പം വരുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. അത് പിന്നെ അവളുടെ വിധേയത്വം കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ പക്ഷേ അദ്ദേഹം വളരെ സ്നേഹസമ്പന്നനായിരിക്കും, എല്ലാ കരുതലും കൊടുക്കുന്ന ആളായിരിക്കും. എന്നാൽ പോലും നീ കഴിച്ചോടിയെന്നപ്പോഴത്തേന്ന് ചോദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തി നമ്മളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു മനസ്സിനൊരു അടുപ്പം ആ വ്യക്തിയോട് തോന്നും. ഇങ്ങനെ പോകുന്ന
ബന്ധങ്ങൾ ഞാൻ പറയാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഇലിസിറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആധുനിക യുഗത്തിൽ അതിൻ്റെ ചില ഒരുപാട് കാരണങ്ങളുണ്ടാകും ഒരാൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോലും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു സംഭവിച്ചത് ഒരു ബ്യൂട്ടീഷ്യൻ കൊലക്കേസ്. അത് സ്വന്തം ആത്മസുഹൃത്തിന്റെ ഭർത്താവാണ് പാലക്കാട് കൊണ്ടുപോയിട്ട് അവരെ കൊലപാതകം നടത്തി അവരെ ചുട്ടുകരിച്ചത്. അതുപോലെ തന്നെ സമാനമായ ഇപ്പം ഏറ്റവും അടുത്ത സംഭവങ്ങൾ പോലും ഉണ്ട്. ഞാനതിപ്പം കേസിന്റെ അതെ ഞാനത് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വരുമ്പോ ഇവരിൽ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവർക്ക് സ്വന്തമാകണമെന്ന് തോന്നുന്നു. അപ്പം അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് മറ്റാരുടെയെങ്കിലും ഭർത്താവിനെയോ മറ്റാരുടെയെങ്കിലും ഭാര്യയെയാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു ഇലിസിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ സ്ത്രീകൾക്ക് അത് തോന്നുന്നത് ആ വ്യക്തിയായിട്ട് ഒരടുപ്പം ഉണ്ടാകും, മാനസിക ഐക്യം ഉണ്ടാകുമ്പോൾ അവനെ സ്വന്തമാക്കണമെന്ന് തോന്നുന്നു. അവിടെ തുടങ്ങുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. കാര്യം ഒരു പുരുഷന് എപ്പോഴും മറ്റ് ഇലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ പുരുഷന്റെ ഭാര്യ, കുടുംബം, മക്കൾ, അമ്മ, അച്ഛൻ ഇതൊക്കെ അവർ പവിത്രമായി കൊണ്ടു നടക്കുന്നുണ്ടാകും. അതിനിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണിത്. അത് അവരുടെ ഒരു നീഡ്നെസ് ആണ്. അതൊരു ഒരു ശാരീരികം അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടൊരു ആവശ്യം മാത്രം. അത്തരം സാഹചര്യങ്ങളിൽ ഈ സ്ത്രീകൾക്ക് ഒരല്പം വിവേകത്തോടെ ചിന്തിച്ചാൽ അങ്ങനെ പോകുന്നതിനകത്ത് നമുക്കിപ്പോൾ ഒരു പരിധിക്കപ്പുറം ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. അവർക്ക് മാനസിക സന്തോഷം തരുന്നെങ്കിൽ ഇപ്പം ആരെയും കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പറയാൻ കഴിയില്ല. അതെ, അതുകൊണ്ട് അതൊരു ചീറ്റിങ്ങിന്റെ ഒരു പരിധിയിലേക്ക് പോകുന്നതേ ഉള്ളൂ. വിവാഹിതരായ ഒരു സ്ത്രീ, വിവാഹിത നിലവിൽ സ്പൗസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇണയുള്ള ഒരു വ്യക്തി മറ്റൊരാളെ വിവാഹം കഴിക്കാതെ തന്നെ ആ ബന്ധം തുടരുന്നതിൽ തടസ്സമില്ല. പക്ഷെ അവര് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ഒരുമിച്ചൊരു കഴിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തിന് അതിനൊരു ഇൻഷുറൻസ് തെറ്റുമ്പോഴാണ് പീഡനത്തിന് കേസ് കൊടുക്കുക. ആശയവിനിമയങ്ങൾ ഇവർ തമ്മിലുള്ള ഇത്തരം ആവശ്യകത, അതായത് ഒരു ഡിമാൻഡ് വെക്കുമ്പോഴത്തേന് ആ ഡിമാൻഡ് രണ്ടിൽ ഒരാൾ അംഗീകരിക്കാതെ വരുമ്പോഴേക്കും ഇവർ തമ്മിലൊരു വിരോധം തോന്നും, അകലം ഒരു വിരോധത്തിലേക്ക് എത്തും. ആ വിരോധം വ്യക്തി വിരോധവും പിന്നീട് അവരെ ഇല്ലാതാക്കണമെന്നുള്ളൊരു നിലയിലേക്ക് എത്തും. പക്ഷെ ഇതൊന്നും അറിയാതെ ട്രാപ്പിൽ പെടുന്നവരാണ് കൂടുതലും ഈ കൊലപാതകത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. പിന്നീട് അതിന് രണ്ട് കോൺസിക്വൻസ് ഉണ്ട്. ഒരാള് മരണപ്പെടുന്നു, രണ്ടാമെന്ന് വെച്ചാൽ അയാളുടെയും ജീവിതം പോവുക. കൊലപാതകം ആരാണ്, ആണായാലും പെണ്ണായാലും അവരും ജയിലിലേക്ക് പോവുകയാണ്. 4 കുടുംബങ്ങളാണ് ഒറ്റ കേസിനകത്ത് 4 കുടുംബങ്ങളെ ഇല്ലാതാകുന്നത്. അപ്പോൾ ഇവർ വിവേകത്തോടെ ഒന്ന് ചിന്തിച്ചാൽ കുറെ ബുദ്ധിപരമായി നീങ്ങിയാൽ ഇതൊന്നും ഉണ്ടാകാതെ പോകും. കാരണം ഇന്നത്തെ സമൂഹത്തില് ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തില് ഇലിസിറ്റ് റിലേഷൻഷിപ്പിനെ നമുക്ക് അത് ഒരു പരിധി വരെ കോടതി പോലും അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിധി വരെ അതിനെ ബാൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിന്റെ കോൺസിക്വൻസ് ഏത് പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനും അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെയുള്ളത് ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ഇണകൾ പരസ്പരം തമ്മിലൊരു ആശയവിനിമയം എപ്പോഴും ഉണ്ടാകണം. കാരണം അവർ നമ്മൾ എത്ര തിരക്കായാലും ദിവസത്തിൽ ഒരിക്കലെങ്കിലും സുഖമാണോ എന്ന് പരസ്പരം ഒന്ന് ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ എന്നൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്തുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് തിരക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാര്യയുടെ കൊച്ചു കാര്യങ്ങളും ആവശ്യങ്ങളും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിരിക്കാം, മറ്റു പല കാരണമായിരിക്കാം, അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കി ഫോൺ വഴിയാണെങ്കിൽ പോലും കഴിയുന്ന കാര്യമാണ്. അതെ, ഒരു ഫോൺ കോളിലൂടെ ജസ്റ്റ് അതാ ഞാൻ പറഞ്ഞു, ഒരു ഫോൺ കോളിലൂടെ പോലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ ഒരു 99% കുടുംബ പ്രശ്നങ്ങൾ. പിന്നെ ഗാർഹിക പീഡനം നടക്കുന്നിടത്ത് നിന്ന് രക്ഷിതാക്കൾ ചെന്ന് അവരെ രക്ഷപ്പെടുത്തുക. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമ്മ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളെ കുഞ്ഞുങ്ങളെ കളയരുത്. ആ നിമിഷം നമ്മളവിടെ പറന്നെത്തി അവരുടെ ആവശ്യങ്ങൾ നേടുക, അവരെ കൂടെ കൂട്ടുക. വീടുണ്ട്, ഒരു വീട് നിനക്കായിട്ട് സുരക്ഷിതമാണെന്നുണ്ട് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും വഴിതെറ്റി പോവില്ല. അതാണ് ശരിയായ ഒരു രീതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.